വിശുദ്ധ മദീനയിൽ ബനൂ സലമ ഗോത്രത്തിൽ ബനൂ സലമ ഗോത്രം വിശുദ്ധ മദീനയിൽ പ്രസിദ്ധമായ ഗോത്രമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നൊരു ഗോത്രമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഈ ബനൂ സലമ അപ്പോൾ അവർ താമസിച്ചിരുന്നത് ഇന്ന് മസ്ജിദുൽ ഖിബ്ലത്തൈനില്ലേ, മസ്ജിദുൽ ഖിബ്ലത്തൈനി ആ പരിസരത്താണ് അവർ ബനൂ സലമ താമസിച്ചിരുന്നത്. അപ്പോൾ അവരുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയിട്ട് അവരോട് ചോദിക്കണം നിങ്ങളുടെ നേതാവ് ആരാണ്. അപ്പോൾ അവർ പറയുന്നത് ജിദ്ദു ബിൻ ഖൈസാണ്. പക്ഷേ മൂപ്പര് പിശുക്കനാണ്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യണം, ജിദ്ദു ബിൻ ഖൈസിനെ മാറ്റിയിട്ട് അവരുടെ നേതാവ് അംർ ബിനുൽ ജമൂഹനാക്കുന്നുണ്ട്. ഈ അംർ ബിനുൽ ജമൂഹിൻ്റെ പ്രത്യേകത കുറേ ഉണ്ട്. അതിൽ പെട്ടതാണ് ഈ അംർ ബിനുൽ ജമൂഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹങ്ങൾക്കുള്ള പാർട്ടി നടത്തിയിരുന്നത് ഈ അംർ ബിനുൽ ജമൂഹാണ്. അതൊക്കെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം കേട്ടോ. ഈ അംർ ബിനുൽ ജമൂഹിൻ്റെ പ്രത്യേകത പിന്നെ മൂപ്പരായിരുന്നു ഈ വിഗ്രഹങ്ങളുടെ പരിപാലകൻ. ജാഹിലിയത്തിൽ മദീനക്കാർക്ക് വിഗ്രഹങ്ങളുടെ പരിപാലകൻ. ബനൂ സലമ ഗോത്രത്തിനൊരു വിഗ്രഹം ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അംർ ബിനുൽ ജമൂഹ് ബനൂ സലമയിൽ അവസാനം ഇസ്ലാം സ്വീകരിച്ച ആളാണ്. പക്ഷേ മക്കളൊക്കെ ആദ്യം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മുആദ്, മുഅവ്വദ് ഇവരൊക്കെ ആദ്യം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുആദ്, മുഅവ്വദ് ഇവരൊക്കെ ബദറിൽ പങ്കെടുത്ത് വായിക്കണ്ടല്ലോ നമ്മൾ. പക്ഷേ അംർ ബിനുൽ ജമൂഹ് പങ്കെടുക്കുന്നത് അദ്ദേഹം ഉഹദിലാണ്. അദ്ദേഹം വളരെ മുടന്തനായിരുന്നു. ഷദീദൽ അറജ് എന്നാണ്. ആ മുടന്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഉഹദിൽ പങ്കെടുക്കുന്നത്. ആ മുടന്തേറ്റിയാണ് അദ്ദേഹം ഷഹീദാവുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം സ്വർഗ്ഗത്തിലാണ് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ വായിക്കും. പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന കാര്യം അതാണ് നമ്മളുടെ വിഷയം. അദ്ദേഹം മക്കളൊക്കെ ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ ഇദ്ദേഹം ഈ വിഗ്രഹങ്ങളുടെ പരിപാലകനാണ്. അപ്പോൾ പെരിയിലൊരു വിഗ്രഹമുണ്ട്. അപ്പോൾ ഇവരെന്ത് ഈ വിഗ്രഹത്തെ കൊണ്ടുപോയിട്ട് ഒരു കുഴിയുണ്ട്, ആ കുഴിയിലിടും. രാത്രി നേരമ്പളത്തോകും മൂപ്പര് ഇത് കാണൂല. തെരഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാവും കുഴിയിൽ വീണെടുക്കുന്നത്. അപ്പോൾ മൂപ്പര് അവിടെ നിന്ന് വേഗം കൊണ്ടുവന്നിട്ട് ഇതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും അവിടെ പ്രതിഷ്ഠിക്കും. മക്കൾ ഇത് വീണ്ടും കുഴി കൊണ്ടുപോയിട്ടിടും. ആര് പിന്നെ ഇവർ മുഅവ്വദൊക്കെ. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം കഴുത്തിലൊരു വാള് കെട്ടി കൊടുക്കണം വിഗ്രഹത്തിൻ്റെ. ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കരിച്ച് നോയിക്കോന്ന് പറയാണ്. അപ്പം മക്കൾ ഇതാ കാണുന്നത് വാപ്പയിൻ്റെ കൗത്തിലൊരു വാള് കെട്ടി കൊടുത്തേ. അപ്പോൾ ഇവരെന്ത് ചെയ്ത് പിന്നെ ഒരു പെട്ടി ചത്തിറന്നീന്. ആ പെട്ടി ചത്തിറന്നീനെ ഈ കുഴി കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്ത് ഈ വിഗ്രഹത്തെ കൊണ്ടുപോയി വെച്ച് അതിനോട് ചേർത്ത് വെച്ച് കൂട്ടിക്കെട്ടി വെച്ച്. അപ്പോൾ ഇദ്ദേഹം വാള് കെട്ടിയിട്ട് പിന്നെയും വിഗ്രഹത്തിനെ കാണുന്നില്ല. അംർ ബിനുൽ ജമൂഹ് തെരഞ്ഞു നോക്കണ്. അവസാനം ഈ കുഴിയിലുണ്ട് ചത്ത പട്ടിക്കൊപ്പത് കിടക്കണ്. അപ്പോൾ അദ്ദേഹം പറയാണ് തല്ലാഹി ലൗ കുൻത ഇലാഹൻ ലം തകുൻ തല്ലാഹി ലൗ കുൻത ഇലാഹൻ ലം തകുൻ അൻത വകൽബുൻ തല്ലാഹി ലൗ കുൻത ഇലാഹൻ ലം തകുൻ അൻത വകൽബുൻ വസ്തഖ ബിഇരിൻ ഫീ ഖറൻ. നീ ഇലാഹായിരുന്നുവെങ്കിൽ നീയും ഒരു നായും ഒരു കിണറിൻ്റെ നടുക്കെ ഒന്നിച്ച് കിടക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് എന്ത് ചെയ്യാണ്, ആ ഇലാഹിനെ ഒഴിവാക്കിയിട്ട് പിന്നെ കലിമ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ആരാധ്യന്മാരുടെ അവസ്ഥ. ഈ ആരാധ്യന്മാർ ആരാധിച്ചവരെ സഹായിക്കൂല എന്ന് മാത്രമല്ല, ആരാധിക്കുന്നവർ ആരാധ്യന്മാർക്ക് എന്ത് വേണം, ജുന്ദും മുഹ്ളറൂൻ ആകണം എന്നുള്ളതാണ്. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്.